ഫ്രണ്ട്സ്, ഏറ്റവും നല്ലൊരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ, സ്കൂളുകളിൽ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് 3 ദിവസത്തെ അവധി വച്ചു. അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കാരണം ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഈ പീരീഡ്സ് വരുമ്പോൾ ആ വേദനയും അല്ലെങ്കിൽ അവർക്ക് ആ പേട് മാറ്റാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിനുള്ള സജ്ജീകരണങ്ങൾ സ്കൂളുകളോ ഒന്നുമില്ല. അപ്പം ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണത്. അതുപോലെ തന്നെയാണ് ഈ സർക്കാർ ജോലിയിലുള്ളവർക്കും എല്ലാം പ്രസവാവധി 6 മാസത്തിലേക്ക് നീട്ടിയത്. അത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. കാരണം സ്ത്രീകൾ വളരെയധികം ദുരിതമാണ് അനുഭവിക്കുന്നത്. ഓരോരുത്തരും ഈ പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ജോലിക്ക് പോകുമ്പോഴല്ലോ ഈ പീരീഡ്സ് ഒന്നും അവധി കിട്ടാത്തത് കാരണം ആ ഒരു വേദനയും വെപ്രാളവും ആ ഒരു ബ്ലീഡിങ് അധികമായിട്ടുള്ള സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയും ജോലി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ സർക്കാർ പൊതുസ്ഥാപനങ്ങൾ മാത്രമല്ല, ഇതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പീരീഡ്സ് വരുമ്പം 5 ദിവസം ലീവ് അല്ലെങ്കിൽ 4 ദിവസം ലീവൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇന്ന് പല ഇടങ്ങളിലും ഈ സ്ത്രീകൾക്ക് അതായത് ബാത്റൂം വന്നത് നല്ല രീതിയിലൊന്നുമില്ല. ഈ ഒന്നും മാറി ഒന്ന് വെക്കണമെങ്കിൽ ഒന്നും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഇപ്പോൾ വന്ന ആ ഒരു തീരുമാനം ഏറ്റവും ഉചിതമായിട്ട് ഏറ്റവും നന്നായിട്ട് ഉള്ള ഒരു തീരുമാനം തന്നെയാണ്. അതുപോലെ സ്കൂളുകളിൽ പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്തൊന്നും ഇന്ന് മാറ്റി വെക്കാനുള്ള സൗകര്യമോ ഒന്നുമില്ലാത്ത സമയത്തും ഡ്രസ്സിലൂടെയൊക്കെ ആയി നാണം കിട്ടും, സ്കൂളിൽ പോയിട്ട് ഒന്നും ലീവും കിട്ടില്ല, അതുപോലെ തിരിച്ചു വരേണ്ട സാഹചര്യം എന്നൊക്കെ പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു തീരുമാനം, ഈ ഒരു പുതിയൊരു മാറ്റം അത് ഏറ്റവും ഗുണകരവും അത് പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം റെസ്റ്റ് എടുക്കാനുള്ള സമയം അവർക്കും വേണം. ഇത് സാധാരണ പോലെ ഇങ്ങനെ കണ്ടുപോകുന്നൊരു കാര്യമില്ല. സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു വേദന, ആ ഒരു 5-6 ദിവസം ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത കഠിനമായ നൊമ്പരവും വേദനയും കൊണ്ട് പൊളയുമ്പോഴും സ്കൂളിൽ പോകണമെന്ന ചിന്തയിൽ കുഞ്ഞുങ്ങൾ ഓടിപ്പോകുന്നു, ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും സ്ത്രീകൾ ഓടിപ്പോകുന്നു. അപ്പം അതിനൊക്കെ ഒരു മാറ്റം, സ്ത്രീകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരു നല്ല തീരുമാനമെടുത്ത ഈ സർക്കാരിന് അഭിനന്ദനം അറിയിക്കാനാണ് തോന്നുന്നത്. കാരണം ആ നല്ല തീരുമാനം എടുത്തതിനും നമ്മുടെ മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കാരണം ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എല്ലാ മേഖലയിലുള്ളവരുടെയും കരുതലും സംരക്ഷണവും ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു തീരുമാനം വളരെ ഉചിതമായിരുന്നു എന്നും പറയട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണാം.